പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം പാപി ദൈവവുമായി അനുരഞ്ജനപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്. ദൈവത്തോട് നോ പറഞ്ഞ പിശാചിനോട് യേശു പറഞ്ഞ വ്യക്തി പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പിശാചിനോട് ചേർന്നപ്പോൾ ഉണ്ടായ എല്ലാ നേട്ടങ്ങളും ലാഭങ്ങളും വേണ്ട എന്ന് വെച്ച്, അത് ശാരീരികമായിരിക്കാം, ഭൗതികമായിരിക്കാം, താൽക്കാലികമായത്, അതെല്ലാം തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ദൈവം തരുന്നത് മതി എന്നുള്ള തീരുമാനത്തോടു കൂടി ഒരു വ്യക്തി പിശാചിനെ വെറുത്തുപേക്ഷിച്ചിട്ട് ദൈവത്തോട് യെസ് പറയുന്ന ആ ശുശ്രൂഷയാണ് കുമ്പസാര കൂദാശ. അത് യെസ് പറയുന്നതിന് ഈശോ തിരുസഭയിൽ ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്, കുമ്പസാര കൂദാശ. യോഹന്നാൻ 20:23 ഈശോ അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപം ക്ഷമിക്കുകയാണെങ്കിൽ അത് ക്ഷമിക്കപ്പെടും, ബന്ധിക്കുകയാണെങ്കിൽ അത് ബന്ധിക്കപ്പെടും, ഇല്ലെങ്കിൽ ബന്ധിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പസ്തലന്മാർക്ക് പാപമോചന അധികാരം ഈശോ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന വചനം യേശു നേരിട്ട് പറഞ്ഞത് അതാണ്. യോഹന്നാൻ 20:23. ഇനി പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. 2 കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനം ഇങ്ങനെയാണ്. 2 കൊരിന്തോസ് 5-ാം അധ്യായം 17 മുതലുള്ള വചനം വായിക്കാം. 18 മുതലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ക്രിസ്തുവിലായിരിക്കുന്നതും പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതാണ് കുമ്പസാരത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന അത്ഭുതം. പഴയത് കടന്നു പോകും, പുതിയത് വരും. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ ശുശ്രൂഷ, അതാണ് ഈ കുമ്പസാര കൂദാശ. രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. പൗലോസ്ലീഹയുടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഈ തിരുസത്യം, അത് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടും ധ്യാനിച്ചിട്ടുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ 10 കുഷ്ഠരോഗികളോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പുരോഹിതൻ്റെ അടുക്കൽ ഈ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അനുതാപത്തോടുകൂടെ പാപം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവവുമായി പുനരയിക്കപ്പെടാനുള്ള അതീവ ദാഹത്തോടുകൂടെ പിശാചിനെ വെറുത്തുപേക്ഷിച്ചുകൊണ്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ആ പുരോഹിതനല്ല പാപം ക്ഷമിക്കുന്നത്, ഈശോ ആണ് പാപം ക്ഷമിക്കുന്നത്. ഈശോ പാപം ക്ഷമിച്ചു കഴിഞ്ഞു എന്നുള്ള സത്യം നമ്മളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, ആധികാരികമായി പറയാൻ വേണ്ടി അവിടെ നിയോഗിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്ന ആളാണ് പുരോഹിതൻ. ആ പുരോഹിതനോട് നമ്മളിതൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ മുമ്പിലാണ് നമ്മെ തന്നെ നമ്മൾ തുറന്നു വയ്ക്കുന്നത്. ഏറ്റുപറയുമ്പോൾ ഒരു എളിമപ്പെടലുണ്ട്. ഏറ്റുപറയുമ്പോൾ അതിൽ ഗൗരവതരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലുണ്ട്. പിശാചിനെയും പാപത്തെയും വെറുത്തുപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള, അനുരഞ്ജനപ്പെട്ട് ജീവിക്കാനുള്ള തീരുമാന പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ പാപക്ഷമ കിട്ടുന്ന ആ അവസരത്തിൽ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ പാപഫലമായി നമ്മിലേക്ക് വന്ന പൈശാചികത ഈശോ തൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യതകളാൽ നീക്കിക്കളഞ്ഞിട്ട്, ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ പാപം വഴി നമ്മിലേക്ക് ഒരു പൈശാചികത കടന്നു വന്നു. പിശാചിനോട് യേശു പറഞ്ഞ് ദൈവത്തോട് നോ പറഞ്ഞപ്പോൾ നമ്മിലേക്ക് ഒരു പൈശാചികത കടന്നു വന്നു. അത് ഒരു പാപമാണെങ്കിലും ഒത്തിരി പാപമാണെങ്കിലും ആ പൈശാചികത വരും. ഒരു പാപം മാത്രമേ ഉള്ളുവെങ്കിൽ പൈശാചികത വന്നു. അത് അനേകം പാപങ്ങളാണെങ്കിൽ ആ പൈശാചികതയുടെ ശക്തി വർദ്ധിക്കും. ഒരാളെ പിശാച് അയാളുടെ ആത്മാവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വലിയൊരു ബന്ധനത്തിലേക്ക് നയിക്കുകയാണ്. ഞാനൊരിക്കലൊരു സെമിനാരിൽ ചേർന്ന കാലത്ത് യുവാവിനോട്, എൻ്റെ കൂട്ടുകാരൻ, ഞാനിങ്ങനെ കുമ്പസാരിക്കാൻ പോവുകയാണ്, ഇടവപ്പള്ളിയിൽ നിന്ന് ഫൊറോന പള്ളി വികാരിയച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോവുക. വികാരിച്ചന്ദ്രനോട് പറഞ്ഞ് അവിടെ പോയി കുമ്പസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക്, അന്ന് വികാരിച്ചൻ്റെ അടുത്ത് പോകാൻ തിരക്കുണ്ടായി, അതുകൊണ്ട് അവിടെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കൂട്ടുകാരനെ കണ്ടപ്പോൾ, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു കുമ്പസാരിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, നീ വരുന്നുണ്ടോ? അവൻ പറഞ്ഞു, എന്തിനാ കുമ്പസാരിക്കാൻ? ഉടനെ അവരിങ്ങനെ ആലോചിച്ച് നിന്നു. എന്നിട്ട് എണ്ണം എടുക്കാൻ തുടങ്ങി. 1
2, 3 അത്രയും പറഞ്ഞിട്ട് കുറച്ച് നേരം നിന്നിട്ട് അവൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? 3 പാപം ആയുള്ളൂ, കുറച്ചും കൂടി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതൊരു തമാശയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമല്ല. 3 പാപമുള്ളത് കൊണ്ട് അത് കുമ്പസാരിക്കേണ്ട, കുറച്ചും കൂടി ആകട്ടെ എന്ന് പറയുമ്പോൾ എന്ത് അനുതാപമാണ് ആ വ്യക്തിക്കുള്ളത്. ഒരു പാപമാണെങ്കിൽ പോലും ദൈവ ഐക്യവും ദൈവകൃപയുടെ ഫലമായി വരുന്ന അഭിഷേകവും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മിലേക്ക് പാപഫലമായി ഒരു പൈശാചികത കയറി വരുന്നുണ്ട്. പിശാച് നമ്മുടെ ആത്മാവിനെ രോഗാതുരമാക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവ് ക്ഷീണിതമാകുന്നുണ്ട്, നമ്മുടെ ആത്മാവ് മരണത്തോട് അടുക്കും. ആ പാപത്തിൽ തന്നെ അയാൾ മരിക്കുകയാണെങ്കിൽ ആത്മാവ് നിത്യമരണത്തിലേക്ക് പോകും. ഇതാണ് സഭ പഠിപ്പിക്കുന്നതും തിരുവചനം പഠിപ്പിക്കുന്നതും. അപ്പോൾ ഒരു പാപമേ ഉള്ളുവെങ്കിലും പിശാചിനോട് ഐക്യപ്പെട്ട് ആ ഒരു പാപവുമായിട്ട് ജീവിക്കും. കുറേ പാപമായിട്ട് മതി തീരും. കുമ്പസാരം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹം ഇല്ലാത്തതുകൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഞാൻ നിസ്സാരമായിട്ട് പരിഗണിക്കുന്നതുകൊണ്ടല്ലേ. ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും നിസ്സാരമായിട്ട് പരിഗണിക്കുകയാണോ? നിന്നെ ദൈവ കൃപയിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? റോമാ 2:4. നമ്മളെ ദൈവം അനുതാപത്തിലേക്ക് നയിക്കാൻ ദൈവം കരുണ കാണിച്ച് കാത്തിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടല്ലേ പാപത്തിൽ നിലനിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപം ദൈവത്തിൻ്റെ കയ്യിലേക്ക്, യേശുവിൻ്റെ കയ്യിലേക്ക് ഈ തിരുസഭയിലെ കുമ്പസാര കൂദാശ സംവിധാനം വഴി, ആ പുരോഹിതൻ വഴി ഏൽപ്പിച്ചു കൊടുക്കുന്നു. പുരോഹിതൻ ആ പാപം ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുക്കാനുള്ള കഴിവോ ശക്തിയോ യോഗ്യത പുരോഹിതനില്ല. പുരോഹിതൻ യേശു പാപം ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് നമ്മളോട് പ്രഖ്യാപിക്കുവാൻ, നമ്മെ അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അധികാരമുള്ള വരമുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. ആ പുരോഹിതൻ അവിടെ ഉപകരണമായി മാറുന്നു. അപ്പസ്തോലിക വരം കിട്ടിയ ആളാണ്. അപ്പസ്തോലന്മാർ 12 പേർക്ക് ഈശോ പാപം ക്ഷമിക്കാൻ കൊടുത്ത അധികാരം മെത്രാന്മാരുടെ കൈവപ്പിലൂടെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വൈദികരെ, ഇവരെല്ലാം തന്നെ ഈ അപ്പസ്തോലിക വരം സ്വീകരിച്ചവരാണ്. അപ്പസ്തോലന്മാരുടെ കൈവപ്പിലൂടെ ഈ വരം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവരവിടെ ഇരുന്ന് ഔദ്യോഗികമായി നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ചിട്ടുണ്ട്, നിങ്ങൾ പാപ സത്യസന്ധമായി പറയുന്നുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു പുരോഹിതൻ നിങ്ങൾക്ക് പാപോചന ആശീർവാദം തരുമ്പോൾ സത്യത്തിൽ ഈശോ ആണ് നിങ്ങളുടെ പാപം ക്ഷമിക്കുന്നത്. അങ്ങനെ പാപങ്ങൾ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, ഈശോ പാപങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു, ദൈവകൃപ തിരിച്ചു തരുന്നു. നമ്മിലെ പാപത്തിൻ്റെ ഫലമായ പൈശാചികത ഈശോ നീക്കിക്കളയുന്നു. പക്ഷേ അതിനോട് ചേർന്ന് തിരുത്തേണ്ട മേഖലകളുണ്ടെങ്കിൽ തിരുത്തണം. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഫലമായി നമ്മൾ നേടിയെടുത്ത പാപകരമായ സമ്പാദ്യം ഒഴിവാക്കണം. അതുപോലെ അനുരഞ്ജനപ്പെടേണ്ട മേഖലകളിലെല്ലാം അനുരഞ്ജനപ്പെടണം. തിരുത്തേണ്ടവ തിരുത്താതെ പാപത്തിൽ നിലനിന്നുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട് ഫലമില്ല എന്ന് ചുരുക്കം. അപ്പോൾ അവിടെ ഈശോ നൽകുന്നത് ഒരു പുതിയ ജീവിതമാണ്, നവീകരിക്കപ്പെട്ട ജീവിതം. പക്ഷേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറഞ്ഞതുപോലെ ഓരോ പാപിയോടും പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒറ്റ വ്യവസ്ഥ, ഇനിമേൽ പാപം ചെയ്യരുത്. ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഒരു വ്യവസ്ഥയോടുകൂടിയാണ് പാപം ക്ഷമിക്കുന്നത്, ഇനിമേൽ പാപം ചെയ്യരുത്. ഗോഡ് ഹു ലവ്സ് us unconditionally is forgiving our sins with one condition, sin no more. ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഒരു വ്യവസ്ഥയോടുകൂടിയാണ് പാപം ക്ഷമിക്കുന്നത്. അതിതാണ്, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് ദൈവൈക്യത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള വലിയ ആത്മാർത്ഥതയും സത്യസന്ധതയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ വശത്തുനിന്നുണ്ടാകണം. ആ സമയത്ത് കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തിയിലേക്ക്, പാപം വഴി വന്ന പൈശാചികത നീങ്ങിപ്പോകുന്ന വ്യക്തിയിലേക്ക് ദൈവാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം ഒഴുകി വരും. അതിനെ തുടർന്ന് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അടുത്ത ധ്യാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ പാപം ക്ഷമിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പാപമോചനാശീർവാദം വഴിയുള്ള നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുതാപത്തോടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുകയും പാപരഹിതമായ വിശുദ്ധ ജീവിതത്തിനായിട്ട് പാപമോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിക്കാൻ ഇടവരികയും ചെയ്യട്ടെ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.